ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ചാപ്റ്റർ 1 ആണ്, റിയൽ നമ്പേഴ്സ്. നമ്മൾ ഈ റിയൽ നമ്പേഴ്സ് നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. അതായത് റിയൽ നമ്പേഴ്സിന്റെ ഒരു സ്റ്റാർട്ടിങ്, അതായത് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ചേർന്നിട്ടുള്ള, അതായത് രണ്ടും കൂടി ചേർന്ന ഒരു നമ്പർ സിസ്റ്റം ആണ് റിയൽ നമ്പേഴ്സ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് റാഷണൽ നമ്പേഴ്സ് എന്താണ്, റാഷണൽ പ്ലസ് ഇറാഷണൽ, റാഷണൽ പ്ലസ് ഇറാഷണൽ, അത് രണ്ടും കൂടി ചേർന്നാൽ റിയൽ നമ്പേഴ്സായി. റിയൽ നമ്പേഴ്സായി, റാഷണലും ഇറാഷണലും കൂടി ചേർന്ന റിയൽ നമ്പേഴ്സായി. അപ്പം ഇത് രണ്ടും കൂടി ചേർന്ന നമ്പർ സിസ്റ്റം ആണ് റിയൽ നമ്പർ സിസ്റ്റം. അപ്പം നമ്മൾ ഇതിൽ എന്താണ് 9th പഠിച്ചത്, റാഷണലും ഇറാഷണലും. റാഷണൽ എന്ന് പറഞ്ഞാൽ അതിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ നോട്ട് പറ്റില്ല, നോട്ട് P/Q ഫോം. P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പറാണ് ഇറാഷണൽ നമ്പർ. P/Q ഫോം എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ, അതായത് ആ ഫ്രാക്ഷണൽ ഫോം, ആ ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പറാണ് ഇറാഷണൽ നമ്പർ. അതുപോലെ എഴുതാൻ പറ്റുന്ന നമ്പറാണ് റാഷണൽ നമ്പർ. അപ്പൊ പിന്നെ ഈ റാഷണൽ നമ്പറിനെ എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, നമുക്ക് ഡെസിമൽ ഫോമിൽ എഴുതാൻ പറ്റുള്ളൂ. അതും എല്ലാ ടൈപ്പ് ഡെസിമൽ ഫോമും ഇല്ല, അത് നമ്മൾ പഠിച്ചതാണ്. ടെർമിനേറ്റിംഗ് ഡെസിമലായിട്ട് എഴുതാൻ പറ്റില്ല, റിപ്പീറ്റിംഗ് ഡെസിമലായിട്ട് എഴുതാൻ പറ്റില്ല. പിന്നെ എങ്ങനത്തെ ഡെസിമലായിട്ട് ഇറാഷണൽ നമ്പറിനെ നമ്മൾ എഴുതാറ്, നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ ആയിട്ടാണ് എഴുതാൻ പറ്റുള്ളൂ ഇറാഷണൽ നമ്പറിന്. അങ്ങനത്തെ ഡെസിമൽ ആയിട്ട് മാത്രം എഴുതാൻ പറ്റുന്ന നമ്പറാണ് ഇറാഷണൽ നമ്പർ. അതായത് √2, π, ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള വാല്യൂ നമുക്ക് ഫ്രാക്ഷനായിട്ട്, അതായത് P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല, ഡെസിമൽ ഫോമിലാണ് ഇതിൻ്റെയൊക്കെ വാല്യൂ. അത് ആ ഡെസിമൽ ഫോം നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽ ഫോമാണ് ഇറാഷണൽ നമ്പർ. ഇനി റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ P/Q ഫോമിൽ എഴുതാൻ പറ്റും. അതായത് 3/2 ഇങ്ങനെ എഴുതാം. ഇനിയിപ്പോൾ മൈനസ് ആയാലും ഈ പിയും ക്യൂവും ഇൻറ്റീജേഴ്സാണ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. -3/2 എന്ന് എഴുതിയാലും അത് റാഷണൽ നമ്പറാണ്. ഇനിയിപ്പോൾ 5 എന്ന് മാത്രം എഴുതിയാലും 5നെ നമുക്ക് 5/1 എഴുതാം. അപ്പോൾ അതും P/Q ഫോമിൽ എഴുതാം, അതും റാഷണൽ നമ്പറാണ്. ഇനിയിപ്പോൾ 0 എഴുതിയാൽ 0നെ 0/1 0/10 എന്ത് വേണമെങ്കിലും എഴുതാം, അപ്പോൾ അതും റാഷണൽ നമ്പറാണ്. അപ്പോൾ ഈ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ഇങ്ങനത്തെ എല്ലാ നമ്പറും, ഇപ്പം -3 അതിനെ -3/1 എഴുതാം. അപ്പോൾ ഈ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനെയും നെഗറ്റീവ് ഇൻറ്റീജേഴ്സിനെയും പിന്നെ ഇതിനെ ഫ്രാക്ഷനെയും സീറോനെയും ഒക്കെ റാഷണൽ നമ്പേഴ്സിൽ എഴുതാൻ പറ്റും. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും ഇൻറ്റീജേഴ്സും എല്ലാം റാഷണൽ നമ്പറിൽ പെടുന്നതാണ്. ഇങ്ങനെയൊന്നും എഴുതാൻ പറ്റാത്ത, P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പർ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ചേർന്നിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് ഈ റിയൽ നമ്പർ സിസ്റ്റം. അപ്പോൾ റിയൽ നമ്പേഴ്സിനെ പറ്റി നമുക്ക് മനസ്സിലായി. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്, റിയൽ നമ്പേഴ്സിൻ്റെ. അപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ കുറേ പ്രോപ്പർട്ടീസൊക്കെയാണ് പഠിക്കുന്നത്. ആദ്യം നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ആണ്. ഈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത് എല്ലാ കോമ്പോസിറ്റ് നമ്പേഴ്സിനെയും നമുക്ക് പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്, അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അത് യുണീക്ക് ആണെന്നാണ് പറയണത്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ കോമ്പോസിറ്റ് നമ്പർ പ്രൈം നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അതും നമുക്ക് അറിയാം. അതായത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൽ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പർ 2 ആണ്. 2, 3, 5, 7 ഇതൊക്കെയാണ് പ്രൈം നമ്പർ. ഇതാണ് പ്രൈം നമ്പേഴ്സ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ, ഇതിനൊക്കെ 2 ഫാക്ടേഴ്സേ ഉള്ളൂ. 2 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2ന് നമുക്ക് 2 × 1 ഇത് മാത്രമേ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2നെ 2 × 1 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. 1ഉം 2ഉം മാത്രമേ അതിൻ്റെ ഫാക്ടർ ഉള്ളൂ, വേറൊരു ഫാക്ടർ ഇല്ല. അതുപോലെ വേറൊരു പ്രൈം നമ്പർ 7 ആണെങ്കിൽ 7 × 1 അത് മാത്രമേ ഫാക്ടർ ഉള്ളൂ. അപ്പോൾ അതേ ഇറ്റ്സെൽഫ് ആ നമ്പറും 1ഉം മാത്രം ഫാക്ടർ, 2 ഫാക്ടേഴ്സേ ഉള്ളൂ. ആ 2 ഫാക്ടേഴ്സിൽ ഒരെണ്ണം 1ഉം ഒരെണ്ണം ആ നമ്പറും മാത്രം. ആ 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സാണ് പ്രൈം നമ്പർ. അപ്പോൾ ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്. ഇനി കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 2 കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളത്. ഇതിനൊക്കെ 2 ഫാക്ടേഴ്സ് അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ 4 4 കഴിഞ്ഞാൽ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ പിന്നെ ഏതാ 6, 7 ഉണ്ട്, ഇവിടെ 8, 9 ഇതൊക്കെയാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ്. അപ്പം നമുക്ക് നോക്കാം, 4നെ നോക്കാം. 4നെ 1 × 4 എന്ന് എഴുതാം. പിന്നെ എങ്ങനെ എഴുതാം, 4നെ 2 × 2 എന്ന് എഴുതാം.
അപ്പോൾ 4ന് ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? 1 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്, 3 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 2ലും കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 2ലും കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സാണ് കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ 4നെ നമ്മൾ കോമ്പോസിറ്റ് നമ്പറായിട്ട് കണക്കാക്കും. 2ലധികം ഫാക്ടേഴ്സ് ഉള്ളത്. അപ്പോൾ 4 ആണ് ഫസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ, 2 ആണ് ഫസ്റ്റ് പ്രൈം നമ്പർ. അപ്പോൾ 1 എന്താ? 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല, 2ലും പെടാത്ത നമ്പറാണ് 1. അപ്പോൾ നമ്മൾ ഈ പറയണ എന്താ പറയുക, ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയണത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കോമ്പോസിറ്റ് നമ്പേഴ്സിനെയും പ്രൈം നമ്പേഴ്സിൻ്റെ, അതായത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടി നോക്കാം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ആ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു നമ്പർ എഴുതും 28, അതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ഈവൺ നമ്പറാണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ഒരു പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 3, 2 കൊണ്ട് പറ്റുമോ നോക്കുക, 3 കൊണ്ട് പറ്റുമോ നോക്കുക, 5, 7 അങ്ങനത്തെ നമ്പേഴ്സ് കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2ൽ 1 ടൈം, പിന്നെ ഈ 2 8ൽ 4 ടൈം, അപ്പോൾ 14 കിട്ടി. വീണ്ടും ഇതൊരു ഈവൺ നമ്പർ, അപ്പോൾ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 14ൽ 2 7 ടൈം, അപ്പോൾ 7 ഒരു പ്രൈം നമ്പറായി. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിനെ 7 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 കിട്ടി. അപ്പോൾ 28നെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 28 is equal to 2 into 2 into 7, 2 into 2 into 7 എഴുതാം. അത് വേണമെങ്കിൽ നമുക്ക് 2 square into 7 എഴുതാം. അപ്പോൾ 28നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. 28നെ പ്രൈം നമ്പേഴ്സ് 2ഉം 7ഉം പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. അപ്പോൾ 28നെ പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. എല്ലാ കോമ്പോസിറ്റ് നമ്പറിനെയും പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷേ ഇത് യുണീക്ക് ആണെന്നാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത്. യുണീക്ക് ആണെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ 28ന്റെ ഈ പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് വേണമെങ്കിൽ 7 into 2 square എന്ന് എഴുതാം. 2 square into 7 എന്ന് പറയുന്നത് 7 into 2 square എന്ന് പറയാം. ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതാന്ന് മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ ഇതിന് ഈ 28ന് 7ഉം 2ഉം അല്ലാതെ വേറൊരു പ്രൈം നമ്പർ, അതായത് 5ഓ 11ഓ അങ്ങനെ ഒരു വേറൊരു പ്രൈം നമ്പർ അതിനൊരു ഫാക്ടറായിട്ട് ഉണ്ടാവില്ല. അതാണ് യുണീക്ക് ആണെന്ന് പറയുന്നത്. അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ്റെ പ്രോഡക്റ്റിലുള്ള ആ നമ്പേഴ്സിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ അതിൻ്റെ അതിലുള്ള നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് മാറ്റം വരില്ല. അത് യുണീക്കാണ് എന്നാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ പ്രൈം ഫാക്ടറൈസേഷൻ 2ഓ 3ഓ നമ്പേഴ്സിനെ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് ആ 2 നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ 3 നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കണം, SCF കണ്ടുപിടിക്കണം. അതാണ് ആദ്യമുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പം നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ 620 ഈ 2 നമ്പേഴ്സിൻ്റെ SCFും LCയും പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 6നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പം 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. വീണ്ടും അപ്പം 3 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് 3 കൊണ്ടേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, 1. അപ്പോൾ 6 is equal to 2 into 3 ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 20നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. അപ്പോൾ എത്രയുള്ള പിന്നെ 5 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് 5 കൊണ്ടേ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആണ്. അപ്പോൾ 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 2 ഉണ്ട്, 2 square into 5. അപ്പോൾ 6നെയും 10നെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. ഇനി SCF ഓഫ് 6 and 10 എങ്ങനെ കാണാം? SCF എങ്ങനെ കാണാമെന്ന് വെച്ചാൽ ഇത് 2ന് ഈ 6ഉം 10ഉം കോമ്പോസിറ്റ് നമ്പറാണ്. ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കോമൺ ഫാക്ടർ നോക്കുക, കോമൺ പ്രൈം നമ്പർ. അതായത് ഇതിൽ 2 ആണ് കോമൺ, 3 ഇതിലുണ്ട് ഇതിലില്ല, 5 ഇതിലുണ്ട് ഇതിലില്ല, 2 ആണ് കോമൺ പ്രൈം നമ്പർ ഉള്ളത്. അതിൻ്റെ പവർ നോക്കുക, അതിലത്തെ ചെറിയ പവർ. ഇതിൻ്റെ പവർ 2, ഇതിൻ്റെ പവർ ഒന്നുമില്ല എന്ന് വെച്ചാൽ 1 ആണ്, പവർ 1 ആണ്. അപ്പം അതിലത്തെ ചെറിയ പവർ ഉള്ളതാണ് SCF. അപ്പോൾ 2^1. അപ്പോൾ 2^1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 ആണ് SCF വരിക. അപ്പോൾ കോമൺ ഫാക്ടറിലെ കോമൺ പ്രൈം നമ്പറിലെ സ്മോളസ്റ്റ് പവർ ഉള്ളതാണ് SCF വരിക. ഇനി LCM എന്താ വരിക? LCM ഓഫ് 610. SCF ഓഫ് 610 വരിക എന്ന് വെച്ചാൽ കോമൺ പ്രൈം നമ്പറിലെ കോമൺ ഫാക്ടറിലെ 2ലും 2 കോമൺ, അതിലത്തെ ഹയസ്റ്റ് പവർ എടുക്കുക. അപ്പം ഇവിടെ ലോവസ്റ്റ് പവർ എടുത്തത്, LCM എടുക്കുമ്പോൾ ഹയസ്റ്റ് പവർ എടുക്കുക. അപ്പം 2^2 എടുക്കുക. ഇൻറ്റു പിന്നെ ബാക്കി കോമൺ അല്ലാത്തതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 5.
അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ. അപ്പോൾ SCF 2 ആ കിട്ടിയത്. LCM എത്രയായത്? 4 × 3 × 5. അപ്പോൾ എത്രയാണ് കിട്ടുക? 4 × 5 20, 20 × 3. അപ്പോൾ എത്ര 60 അല്ലേ? 60 ആണ് LCM വരെ. അപ്പോൾ LCM = 60, HCF = 2. അങ്ങനെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് SCF കാണണമെങ്കിൽ കോമൺ ഫാക്ടറിലെ ലോവസ്റ്റ് പവർ ഉള്ളത് എടുക്കണം. LCM കാണുന്നിടത്ത് കോമൺ ഫാക്ടറിലെ ഹയസ്റ്റ് പവർ ഉള്ളതും ബാക്കി കോമൺ അല്ലാത്തതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് LCM. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഇനി നമുക്ക് ഓർക്കാനുള്ളത് ഈ ഫസ്റ്റ് എക്സസൈസിൽ ഒരു ഫോർമുലയും കൂടിയാണ് ഉള്ളത്. ഏത് രണ്ട് നമ്പേഴ്സിൻ്റെയും HCF LCM ഇൻറ്റു SCF = പ്രോഡക്റ്റ്. അതായത് ഇത് ഈ ഒരു ഫോർമുലയാണ്. ഇവിടെ നമ്മൾ SCF കണ്ടുപിടിച്ചു 2 ഇൻറ്റു LCM കണ്ടെത്തി 60. ഈ HCFും LCM കൂടെ മൾട്ടിപ്ലൈ ചെയ്യണതിന് ഈക്വൽ ആണ് നമ്മൾ ഏത് രണ്ട് നമ്പേഴ്സിൻ്റെ HCF LCM കണ്ടുപിടിച്ചത്? 6ൻ്റെയും 20ൻ്റെയും. 6 × 20 അത് രണ്ട് ഈക്വൽ ആണോ നോക്കിയേ. 2 × 60. ഇത് 2 × 60 എന്ന് പറഞ്ഞാൽ 120. ഇവിടെ 6 × 20 എന്ന് പറഞ്ഞാൽ 120. രണ്ടും ഈക്വൽ ആണ്. അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ LCയും HCFും മൾട്ടിപ്ലൈ ചെയ്യണതും ആ രണ്ട് നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യണതും ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? അതായത് രണ്ട് നമ്പേഴ്സ് നമ്മൾ LCM കാണാൻ വേണ്ടി എടുത്തത് HCFും കാണാൻ വേണ്ടി എടുത്തത് 6ഉം 20 ആണ്. ആ 6ഉം 20യും മൾട്ടിപ്ലൈ ചെയ്താൽ 120 കിട്ടുക. അതുപോലെ 6ൻ്റെയും 20യുടെയും HCFും LCയും മൾട്ടിപ്ലൈ ചെയ്താലും 120 കിട്ടുക. അത് ഈക്വൽ ആയിരിക്കും. അതെപ്പോഴും നമുക്ക് കുറേ ആവശ്യം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല. LCM × SCF = പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. പക്ഷേ ഇത് രണ്ട് നമ്പേഴ്സിൻ്റെ LCM കാണുമ്പോൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 3 നമ്പേഴ്സ് തന്നിട്ട് നിങ്ങൾക്ക് LCM SCF കാണുന്ന കേസിൽ ആ 3 നമ്പേഴ്സിൻ്റെ LCയും SCFും മൾട്ടിപ്ലൈ ചെയ്യണതും ആ 3 നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യണതും ഈക്വൽ ആയിരിക്കില്ല. രണ്ട് നമ്പേഴ്സിലാവുമ്പോൾ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ടും കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞുതരാം. എന്നിട്ട് എക്സസൈസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇതിൻ്റെ നോട്ട് ഇതാണ്. റിയൽ നമ്പേഴ്സ്, ദ കളക്ഷൻ ഓഫ് ഓൾ റാഷണൽ numbers and irrational numbers together make up collection of real numbers. Rational numbers irrational numbers കൂടെ ചേർന്നതാണ് real numbers. The collection of real numbers denoted by R. Real numbers-നെ represent ചെയ്യുന്ന ലെറ്റർ R ആണ്. പിന്നെ അതിൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? The numbers is called rational numbers if it can be written in the form P/Q, where P and Q are integers, Q not equal to 0. ഈ P/Q ഫോമിൽ എഴുതാവുന്ന എല്ലാ നമ്പേഴ്സും ആണ് റാഷണൽ നമ്പേഴ്സ്. അതിൽ Q 0 ആവാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ട്. റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ 2/3 -5/7 6 - 2 ഇതൊക്കെ റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എ നമ്പർ ഈസ് കോൾഡ് ഇറാഷണൽ നമ്പേഴ്സ് ഇഫ് ഇറ്റ് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം P/Q. P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പേഴ്സ്. അതിന് എക്സാമ്പിൾ √2, π, √18. അതായത് പെർഫെക്റ്റ് റൂട്ട് അല്ലാത്ത എല്ലാ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സാണ്. ഇതുപോലെ എഴുതുന്ന ഡെസിമൽ നമ്പേഴ്സ്. ഇനി പ്രൈം നമ്പേഴ്സ് എന്താന്ന് പറഞ്ഞാൽ എ പ്രൈം നമ്പർ ഈസ് ഓൾ നമ്പർ ഗ്രേറ്റർ ദാൻ 1. 1-നേക്കാളും വലിയ നമ്പേഴ്സാണ്. 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. ദാറ്റ് ആസ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്. 1ഉം നമ്പറും മാത്രമുള്ള ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ്. പിന്നെന്താണ് 2, 3, 5, 7 ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. ഫസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. കോമ്പോസിറ്റ് നമ്പർ ഏതാ? എ കോമ്പോസിറ്റ് നമ്പർ ഈസ് ദ ഹോൾ നമ്പർ ഗ്രേറ്റർ ദാൻ 1 that has more than 2 factors. 2 factorsനേക്കാൾ കൂടുതലുള്ളതാണ് കോമ്പോസിറ്റ് നമ്പർ. ഫസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ 4 ആണ്. ദ നമ്പർ 1 ഈസ് നൈദർ പ്രൈം നോ കോമ്പോസിറ്റ്. 1 പ്രൈം അല്ല കോമ്പോസിറ്റും അല്ലാത്ത നമ്പറാണ്. അപ്പോൾ ഈ 2ഉം 4ഉം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്, ഫസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ 4 ആണ്. അതൊന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി നോക്കിയേ കോപ്രൈം നമ്പേഴ്സ്. അത് ജസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. കോപ്രൈം നമ്പർ ഓൾസോ നോൺ ആസ് റിലേറ്റീവ് പ്രൈം നമ്പേഴ്സ് ആർ 2 or more numbers that have 1 as common factor. അതായത് 2 അതിലും കൂടുതലോ നമ്പേഴ്സിന്
കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. 1 മാത്രമേ കോമൺ ഫാക്ടേഴ്സ് ഉള്ളൂ. അതായത് 1 കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാം. അങ്ങനത്തെ നമ്പേഴ്സാണ് കോപ്രൈം നമ്പേഴ്സ്. അത് നമുക്ക് ആവശ്യം വരും ലാസ്റ്റ് എക്സസൈസ് വരുമ്പോഴാണ്. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം, ലാസ്റ്റ് എക്സസൈസിലാണ് അത് ആവശ്യമുള്ളത്. അതുകൊണ്ട് എഴുതി വെച്ചൊന്ന് മാത്രമേ ഉള്ളൂ. ദർ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈസ്, അതായത് HCF 1 ആയിരിക്കും. കോപ്രൈം നമ്പേഴ്സിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആയിരിക്കും. കോപ്രൈം നമ്പേഴ്സ് പറഞ്ഞാൽ അവർക്ക് കോമൺ ഫാക്ടർ ഇല്ല. പിന്നെ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്, എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി റിട്ടേൺ ആസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. അതായത് എല്ലാ കോമ്പോസിറ്റ് നമ്പേഴ്സിനെയും നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നമുക്ക് തിയറം 1.1, നമ്മൾ ഇതിലത്തെ ചാപ്റ്ററിൽ നമ്മുടെ സ്റ്റാർട്ടിങ് എവിടെയാണ്, നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? തിയറം 1.1 ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. അതാണ് ആദ്യത്തെ തിയറം വരുന്നത്. ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Every composite number can be expressed as product of prime, and this factorization is unique apart from the order in which prime factors occur. അതായത് ഇപ്പോൾ 210 അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഇതല്ലാതെ വേറൊരു പ്രൈം ഫാക്ടർ ഈ 210ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ടാവില്ല. പക്ഷെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാം. ആ സെയിം ആസ് ഇതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് 3 × 5 × 7 × 2 എന്ന് എഴുതാം. ഓർ എനി അതർ പോസിബിൾ ഓർഡർ മാറ്റി എഴുതാം. എന്നല്ലാതെ ഈ പ്രൈം നമ്പേഴ്സ് യുണീക്കാണ് ഇതിൻ്റെ ഫാക്ടേഴ്സിൽ. അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിൽ പറയുന്നത്. ഒരു കോമ്പോസിറ്റ് നമ്പറിൻ്റെ ഫാക്ടേഴ്സായി വരുന്ന പ്രൈം നമ്പേഴ്സ് യുണീക്കായിരിക്കും. അതിന് മാറ്റം ഉണ്ടാവില്ല. ഓർഡർ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയാണ് നമ്മളൊരു 2 3 കോമ്പോസിറ്റ് നമ്പേഴ്സ് തന്നാൽ അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് HCF കാണുന്നതെന്നാണ് പറയുന്നത്. ഹൗ ടു ഫൈൻഡ് HCF? ദ പ്രോഡക്റ്റ് ഓഫ് സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. അതായത് നമ്മൾ എന്താ ചോദിച്ചാൽ അതിനൊക്കെ തന്നിരിക്കുന്ന നമ്പേഴ്സിനൊക്കെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. എന്നിട്ട് അതിലത്തെ കോമൺ ഫാക്ടർ മാത്രം കണ്ടുപിടിക്കും. എന്നിട്ട് അതിലത്തെ സ്മോളസ്റ്റ് പവർ മാത്രം എടുക്കും. ഇപ്പോൾ 6നെയും 10നെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ കോമൺ ഫാക്ടർ 2 ആണുള്ളൂ. അതിലത്തെ സ്മോളസ്റ്റ് പവർ 2⁻1. അപ്പം 2 ആണ് HCF. LC ആണ് കണ്ടു വെച്ചാൽ ഇതിലത്തെ ഹയസ്റ്റ് പവർ എടുക്കുക, കോമണിലത്തെ ഹയസ്റ്റ് പവറും ബാക്കിയുള്ളതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇതിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഹയസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പേഴ്സ്. അതായത് 2⁻2ഉം 3ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് LCM. ഇനി നോട്ട് ചെയ്യാൻ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലയാണ്. HCF ഫോർ എനി 2 പോസിബിൾ ഇൻറ്റീജേഴ്സ് A ആൻഡ് B. HCF എയും ബിയും 2 നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ HCFും അതിൻ്റെ LCM കൂടി മൾട്ടിപ്ലൈ ചെയ്യണതിന് ഈക്വൽ ആണ് എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമുലയാണ്. ഇനി 3 നമ്പേഴ്സ് എയും ബിയും സിയും ഉണ്ടെങ്കിൽ ആ 3 നമ്പേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും ഇതിന് ഈക്വൽ അല്ല. ആ 3 നമ്പേഴ്സിൻ്റെ HCFും LCയും മൾട്ടിപ്ലൈ ചെയ്ത് അതിന് ഈക്വൽ അല്ല. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് എക്സസൈസ് ചെയ്യാനുള്ള ആവശ്യമായ കാര്യങ്ങൾ. നാളെ അടുത്ത ദിവസം നമ്മൾ ഫസ്റ്റ് എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യും. Okay children, thank you.